السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. ما كان محمد أبا أحد من رجالكم ولكن رسول الله وخاتم النبيين وكان الله بكل شيء عليما. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജീവിത ചരിത്രത്തിലൂടെയുള്ള നമ്മുടെ പഠന പരമ്പരയിൽ ഹിജറ 9-ാമത്തെ വർഷത്തിൽ സംഭവിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹത്വമാണ് ഇതിൽ തെളിയുന്നത്. അവിടുന്ന് പ്രഖ്യാപിച്ചിരുന്നല്ലോ, അവിടുന്ന് ഈ സമൂഹത്തോട് പ്രവചിച്ചിട്ടുണ്ട്, ലാ തഖൂമുസ്സാഅതു ഹത്താ യുബഅസ ദജ്ജാലൂന കദ്ദാബൂന ഖരീബും മിൻ 30 കുല്ലുഹും യസുഉമു അന്നഹു റസൂലുള്ളാഹ്. ബുഖാരിയിലും മുസ്ലിമിലും നമുക്ക് കാണാം, അന്ത്യനാൾ സംഭവിക്കുന്നതല്ല, ഒരു 30-നോടടുത്ത അഥവാ ഒരു 10-30 കള്ളന്മാര് ദജ്ജാലുകൾ രംഗത്ത് വരുന്നത് വരെ 30 ആളുകൾ ഏകദേശം രംഗത്ത് വരും. അല്ലാഹുവിന്റെ റസൂലിന്റെ ശേഷം നബിത്വവാദികൾ, കള്ള നബിമാർ രംഗത്ത് വരും. കുല്ലുഹും യസുഉമു, അവരുടെ എല്ലാവരും വാദിച്ചു നടക്കും അന്നഹു റസൂലുള്ളാഹ്, ഞാൻ അല്ലാഹുവിന്റെ റസൂലാന്ന് പറയും. അങ്ങനത്തെ കള്ളന്മാര് വരും. അവിടുത്തെ പ്രവചനങ്ങളാണ്, അവിടുത്തെ മഹത്വമാണ്. അവിടുന്ന് അല്ലാഹുവിന്റെ വഹയനുസരിച്ചല്ലാതെ സംസാരിച്ചിട്ടില്ല. എല്ലാം പ്രവചനങ്ങളും പുലരുന്നു. ലാ തഖൂമുസ്സാഅ ഹത്താ തൽഹഖ ഖബായിലു മിൻ ഉമ്മത്തി ബിൽ മുശ്രികീൻ വഹത്താ യഅ്ബുദുൽ ഔസാൻ വഇന്നഹു സയകൂനു ഫീ ഉമ്മത്തി 30 കദ്ദാബൂന കുല്ലുഹും യസുഉമു അന്നഹു നബിയ്യുൻ വഅന ഖാതമുൻ നബിയ്യീൻ ലാ നബിയ്യ ബഅദീ. അവിടുന്ന് വളരെ കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞു, അന്ത്യനാൾ സംഭവിക്കൂല, എന്റെ സമുദായത്തിൽ നിന്ന് കുറെ ഗോത്രങ്ങൾ മുശ്രിക്കുകളോട് ചെന്നു ചേരും. മുസ്ലിമീങ്ങളെന്നേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്തുനിന്ന് കുറെ ആൾക്കാർ മുശ്രിക്കീങ്ങളുടെ കൂടെ ചേരും. അവരുടെ ആചാരങ്ങളോ അവരുടെ സമ്പ്രദായങ്ങളൊക്കെ അതൊക്കെ ഒന്ന് ലോകത്ത് പുലർന്നു കാണുന്ന സംഗതിയാണ്. അവരുടെ അമ്പലങ്ങളിലും അവരുടെ ക്ഷേത്രങ്ങളിലും അവരുടെ ആചാരങ്ങളും എല്ലായിടത്തും അവരുണ്ട്. വിഗ്രഹത്തെ ആരാധിക്കുന്നിടം വരെ എത്തും. ആര്? മുസ്ലിമീങ്ങള്. എന്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകൾ വിഗ്രഹം ആരാധിക്കുന്നിടത്ത് വരെ എത്തും. ഒക്കെ സംഭവിച്ചു കഴിഞ്ഞതാണ്. പിന്നെ അതിന്റെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞതാണ്, ഇന്നഹു സയകൂനു ഫീ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ വരിക തന്നെ ചെയ്യും, വരാൻ പോകുന്നു 30 കദ്ദാബൂന, 30 പെരുങ്കള്ളന്മാര്, കുല്ലുഹും യസുഉമു, അവരെല്ലാം വാദിക്കും, അന്നഹു നബിയ്യുൻ, നബിയാണെന്ന് വാദിക്കും, വഅന ഖാതമുൻ നബിയ്യീൻ. അത് കേൾക്കുമ്പോ ആരും നാളെ തെളിവൊന്ന് പരിശോധിച്ചു നോക്കാന്ന് പറഞ്ഞ് പിന്നാലെ കൂടണ്ട. ആരെങ്കിലും ഒരു നബിയാണെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുമ്പോ നാളെ എന്താ പറയുന്നത് തെളിവൊന്ന് പഠിച്ചു നോക്കുക, എന്നിട്ട് കാര്യം ഉണ്ടെങ്കിൽ നമുക്കും ഒപ്പം കൂടാമല്ലോ എന്ന് ചിന്തിക്കുന്നത് പോലും കുഫറാണ്. അങ്ങനെ ചിന്തിക്കാൻ തന്നെ പാടില്ല.
ഇനി ഒരാൾ അള്ളാന്റെ റസൂലിന്റെ ശേഷം നബിയാന്ന് പറഞ്ഞ ഒരുത്തം വന്നാൽ ശരി, അയാൾക്ക് എന്താണാവോ തെളിവുകൾ, എന്താ ആയത്തോ ഇതൊക്കെ അയാൾ പറയണ എന്താണാവോ എന്ന് പറഞ്ഞ് അയാളുടെ തെളിവുകൾ പരതുന്നത് പോലും, അതിലേക്ക് ചെവി കൊടുക്കുന്നത് പോലും പാടില്ലാത്ത സംഗതിയാണ്. കാരണം അള്ളാന്റെ റസൂൽ ഇത് പറഞ്ഞതിന്റെ ശേഷം മുന്നറിയിപ്പ് നൽകി, ഞാൻ പ്രവാചകന്മാരിലെ അവസാനത്തെ ആളാകുന്നു. ഒന്നുകൂടി കൃത്യമായിട്ട് പറഞ്ഞു, അതിനാൽ ലാ നബിയ്യ ബഅദി, എനിക്ക് ശേഷം ഇനി ഒരു നബിയില്ല. അതുകൊണ്ട് ഇനി ആര് നബിയാന്ന് പറഞ്ഞ് വാദിച്ചു വന്നാലും എല്ലാവരും കള്ളന്മാരാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അങ്ങനെ അള്ളാന്റെ റസൂലിന്റെ പ്രവചനം പോലെ ഒരുപാട് ആളുകൾ, ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഇതേപോലെ നബിത്വവാദികളായിട്ട് വന്നിട്ടുണ്ട്. ചിലരൊക്കെ ആദ്യഘട്ടത്തിലൊക്കെ നബിയായി അങ്ങനെ ചമഞ്ഞെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോൾ ഇസ്ലാമിലേക്ക് തന്നെ തൗബ ചെയ്ത് മടങ്ങിയവരുണ്ട്. ചിലർക്ക് അങ്ങനെ തന്നെ ഗാഫറായി തന്നെ മരിച്ചുപോയവരുണ്ട്. ആ കൂട്ടത്തിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്തിനുമുണ്ട് ആ വിഷയത്തിലൊരു സംഭാവന. അതാണ് മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി. ഖാദിയാനികൾ എന്ന ലോകത്ത്, അഹമ്മദികൾ എന്ന പേരിൽ എന്ന ലോകത്ത് അറിയപ്പെടുന്ന ആ വിഭാഗം ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ സംഭാവനയാണ്. പഞ്ചാബിലെ ഗുരുദാസ്പൂർ ജില്ലയിൽ ബട്ടാല താലൂക്കിൽ മുർത്തസയുടെയും അതുപോലെ തന്നെ ചിറാഗ് ബീവിയുടെയും മകനായി ജനിച്ചയാളാണ് മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി. 1835 ചരിത്രം രേഖപ്പെടുത്തുന്നത്. അയാളും കുറേ കാര്യങ്ങൾ വാദിച്ചിരുന്നു. അയാൾ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം ഈസാ നബി അലൈഹി ഇസ്ലാം മരിച്ചിട്ടുണ്ട് എന്നായിരുന്നു. മൂപ്പർക്ക് ഭയങ്കര തിരക്കായിരുന്നു മരിക്കാനായിട്ട്. കാരണം ഈസാ നബി മരിപ്പിച്ചാലേ മൂപ്പർക്ക് വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് വാഗ്ദത്ത മിശിഹ മസീഹ് ഞാനാണ്, ഇനി വരാൻ പോകുന്ന ഒരു നബി ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, അത് ഞാനാണ്. അതുകൊണ്ട് മൂപ്പർക്ക് ചില അസുഖങ്ങൾ വരെ ഉണ്ടായിരുന്നു എന്നാണ്. നിരന്തരം ഈ ചങ്ങാതിക്ക് ചെറുപ്പം മുതലേ 1-2 രോഗങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് അപസ്മാര രോഗിയായിരുന്നു. ഇടക്കിടക്ക് ബോധം കിട്ടു വീഴും. അതുപോലെ തന്നെ ഓർമ്മ വളരെ കുറവായിരുന്നു. ചരിത്രം പറയുന്നത് കാലിൽ സോക്സ് ധരിക്കുമ്പോൾ വരെ ചിലപ്പോൾ കിഴ്ക്കാൻ തൂക്ക് ധരിക്കും, മുന്നിൽ കാക്കേണ്ട ഭാഗം ബാക്കിൽ കാക്കും. ചിലപ്പോൾ ഷൂ ധരിക്കുമ്പോൾ ഇടത്തും വലത്തൊന്നും തിരിയൂല. അതുപോലെ തന്നെ ചെറുപ്പം മുതലേ വീട്ടിൽ നിന്ന് ചെറിയ നിലക്കൊക്കെയുള്ള മോഷണം നടത്തും. പരിന്നൊരിക്കൽ ആരോ കൂട്ടുകാർ പറഞ്ഞു വീട്ടിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോൾ മൂപ്പര് പഞ്ചാരയെന്ന് വിചാരിച്ചു ഉപ്പിന്റെ പൊടി വാരി പോക്കറ്റിലിട്ട് വഴിയിലെത്തി ഇങ്ങോട്ട് വാരി തിന്നു നോക്കുമ്പോൾ ഉപ്പായിരുന്നു. ഇതൊക്കെ മൂപ്പര മധുകൾ എഴുതിയിട്ടുള്ള ഖാദിയാനി പുസ്തകങ്ങളിൽ തന്നെ ഉള്ളതാ. അപ്പൊ ഈ നിലക്കുള്ള കുറെ ചെറുപ്പം മുതലേ ആ 2 രോഗത്തെ പോലും മൂപ്പര് വ്യാഖ്യാനിച്ചു ഞാൻ നബിയാന്നില്ലേ. ഒന്ന് അപസ്മാരായിരുന്നു, മറ്റൊന്ന് രാത്രി ഒരു 100 വട്ടെങ്കിലും എഴുന്നേറ്റ് മൂത്രയിക്കും, ഒരു മൂത്രവാർച്ചയുടെ അസുഖം. മൂപ്പരത് രണ്ടും വ്യാഖ്യാനിച്ചു. കാരണം എന്താ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഷാമിലെ ഡമസ്കസിലെ വൈറ്റ് മിനാരത്തിന്റെ അടിയിൽ ഇടങ്ങി വരുമ്പോ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ 2 മഞ്ഞ പുതപ്പുണ്ടാവുന്ന മൂപ്പര് പറഞ്ഞിട്ടു. ആ 2 മഞ്ഞ പുതപ്പ് എന്ന് പറഞ്ഞാൽ അതെന്താ, ഒന്നെന്റെ അപസ്മാരം, ഒന്നിന്റെ മൂത്രവാർച്ചയാണ്. അതുകൊണ്ട് ഇത് സുഖപ്പെടുത്താൻ ഒരു ഡോക്ടർമാരെ കൊണ്ടുവരാൻ നോക്കണ്ട. ഇത് സുഖപ്പെട്ടാല് എന്റെ നുബുവത്ത് ഇല്ലാതാക്കാനുള്ള തന്ത്രമാണ്, ഞാനത് സമ്മതിക്കൂലെന്നാ പറഞ്ഞത്. ഇങ്ങനെയൊക്കെ ഒരുപാട് വഷളത്തരങ്ങൾ. എന്നിട്ട് അയാൾക്കൂല്ലേ ഒരുപാട് അനുയായികള്, സ്വന്തമായിട്ട് ചാനൽ വരെ ഇല്ലേ. ആലോചിച്ച് നോക്കണം. എന്നാ പിന്നെ അതൊന്ന് പഠിച്ചു നോക്കുക. എന്തായാലും തെളിവ്, എന്തായാലും പറയണു നോക്കുക. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരൊറ്റ നബിത്വവാദി വന്നാലും ഒരു നുബുവത്വവാദി വന്നാലും കള്ളനാണ്, അതിനെക്കുറിച്ച് ചിന്തിക്കാനേ പാടില്ല. മുസ്ലിം ലോകം കാഫറുകളാണെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ഈ ഭാഗമാണ് ഖാദിയാനികൾ. മുസ്ലിമീങ്ങളുടെ അവാന്തര ഭാഗമൊന്നുമല്ല അത്. ഖാദിയാനി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്ന് പുറത്താണ്. അപ്പൊ ഈ രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മദ്ഹായി കൊണ്ട് അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുണ്ട്. മാ കാന മുഹമ്മദുൻ അബാ അഹദിൻ മിർ റിജാലികും വലാകിർ റസൂലല്ലാഹി വഖാതമൻ നബിയ്യീൻ വകാന അല്ലാഹു ബികുല്ലി ശൈഇൻ അലീമാ. മാകാന മുഹമ്മദുൻ, മുഹമ്മദല്ല, മുഹമ്മദായിട്ടില്ല, അബാ അഹദിൻ മിർ റിജാലികും, നിങ്ങളിലെ ഒരൊറ്റ പുരുഷന്മാരുടെയും പിതാവായിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഉണ്ടായ ആൺകുട്ടികളൊക്കെ ചെറുപ്പത്തിലേ മരിച്ചു പോയിട്ടുണ്ട്. അബ്ദുള്ള എന്ന് പറഞ്ഞ കുട്ടി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ താഹിർ എന്ന പേരിലുണ്ടായിരുന്നു, ഖാസിം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കുട്ടികൾ. അതുപോലെ തന്നെ പിന്നീട് അവസാനമുണ്ടായ ഇബ്രാഹിം റളിയല്ലാഹു തആല അൻഹു ചെറിയ കുഞ്ഞ് ഒക്കെ മരിച്ചുപോയി. ഒരു പുരുഷന്മാരുടെയും ഉപ്പയല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്ത് അഹ്സാബിലെ 40-ാമത്തെ ആയത്തായത് വലാകിർ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലാണ് അദ്ദേഹം, വഖാതമൻ നബിയ്യീൻ, പ്രവാചകന്മാരിൽ അവസാനത്തെ ആളുമാണ്. ഖാത്തമിന് മുദ്ര എന്ന് പറഞ്ഞിട്ടുണ്ട്. മുദ്ര വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞയിൽക്കൊന്നും, സീൽ വെച്ചാൽ പിന്നെ ഞയിലൊന്നും എഴുതി ചേർക്കാനും പാടില്ലല്ലോ, അത് അവസാന.
സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, ഒരു ബിൽഡിംഗ്, ആ ബിൽഡിങ്ങിന്റെ മൂലയിൽ ഇങ്ങനെ എല്ലാവരും ബിൽഡിംഗ് കാണാൻ നടന്നു നോക്കുമ്പോൾ നല്ല മനോഹരമായൊരു ബിൽഡിംഗ്, ഒരു ഇഷ്ടികയുടെ സ്ഥാനം ഇങ്ങനെ ഒഴിച്ചിട്ടിട്ടുണ്ട് ആ ബിൽഡിങ്ങിൽ. അപ്പൊ ഈ ബിൽഡിംഗ് കാണാമെന്ന ആളുകളൊക്കെ അത്ഭുതം കൂറിയിട്ട് അതിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് പറഞ്ഞു, ഈ ഒരു ഇഷ്ടിക കൂടി ഇവിടെ വെച്ചിരുന്നെങ്കിൽ വളരെ നന്നാവുമായിരുന്നു. ഞാനാണ് ആ ഇഷ്ടിക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ. എന്റെ വരവോടെ പൂർത്തിയായി. ഇനി ഒരു നബിയും വരാനില്ല, ഒരു പ്രവാചകനും വരാനില്ല, ഒറിജിനൽ നബിയും വരാനില്ല, നിഴൽ നബിയും വരാനില്ല. അങ്ങനത്തെ ഒന്നും ഇനി സംഭവിക്കാനില്ല. അല്ലാഹു റബ്ബുൽ ആലമീനില്ല കാര്യങ്ങളെ സംബന്ധിച്ചും അറിയുന്നവനാണ്. ഇനി ആരെങ്കിലും പിൽക്കാലത്ത് എനിക്ക് വഹി കിട്ടുന്നുണ്ടെങ്കിൽ നബിയായി വാദിച്ചില്ലെങ്കിൽ തന്നെ അള്ളാഹ് ഞാനായിട്ട് ഹോട്ട് ലൈൻ ഉണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ മുഴുവൻ കള്ളന്മാരാണ്. നബിയാന്ന് വാദിച്ചോളണമെന്നൊന്നുമില്ല. എനിക്ക് അള്ളാഹാനായിട്ട് ഇങ്ങനെ ഹോട്ട് ലൈൻ ഉണ്ട് എന്ന് പലരും പറയാറുണ്ട്. അപ്പോഴക്കപ്പോഴങ്ങനെ കിട്ടും. ഖുർആൻ ഹദീസും നോക്കണ്ട. ചില സൂഫികൾ, ചില തരീഖത്തിന്റെ ആളുകളൊക്കെ പറയും അള്ളാഹുമായിട്ട് ഞങ്ങൾക്ക് വല്ല ചൂടുള്ള നല്ല സംസാരങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ പലതും ഞങ്ങൾ ചെയ്യും. ഖുർആൻ എന്താ പറഞ്ഞതറിയോ? അത് ശൈത്താനാ അവർക്ക് കൊടുക്കുന്നത് പല വർത്തമാനങ്ങളും. ഖുർആൻ പറഞ്ഞു, ഹൽ നുനബ്ബിഉകും അലാ മൻ തനസ്സലു ശയാതീൻ തനസ്സലു അലാ കുല്ലി അഫാകിൻ അസീം. നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ ആരുടെ മേലാണ് ശൈത്താൻ ഇറങ്ങിക്കൊണ്ടിരിക്കുക, ആരിലാണ് ശൈത്താന്റെ അവതരണം ഉണ്ടാവുക? തനസ്സലു, അവൻ ഇറങ്ങുന്നത്, അലാ കുല്ലി അഫാകിൻ അസീം, എല്ലാ മഹാപാപികളും എല്ലാ പെരും നുണയന്മാരിലുമാണ് ശൈത്താന്റെ അവതരണം ഉണ്ടാവുക. അതുകൊണ്ട് ഇങ്ങനെ വഹി വാദിക്കുന്ന, വഹി എന്ന് പേര് പറഞ്ഞില്ലെങ്കിൽ തന്നെ അള്ളന്നോട് സംസാരിക്കുന്നുണ്ട്, എനിക്കങ്ങനെ ഇങ്ങനെ ഓരോ വാർത്തകൾ ഇങ്ങനെ ചൂടുള്ളത് കിട്ടിയും കൊണ്ടിരിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നവരൊക്കെ കള്ളന്മാരാണ്. മനസ്സിലാക്കണം. പലരും അങ്ങനെ വാദിച്ചിട്ടുണ്ട്. മഹാനായ ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ലാ, അദ്ദേഹത്തെ പറ്റി അനുയായികൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അദ്ദേഹം എപ്പോഴും പറയാ, എന്നോട് എന്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും അള്ളന്നോട് പറഞ്ഞതാ ഞാൻ പറയണത്. ചൊല്ലീല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ, ചൊല്ലി നീ എൻ്റെ അമാനില്ലതെന്നോവർ. കണ്ടോ, മഹീദിമാലിലുള്ള വരിയ അദ്ദേഹം പറഞ്ഞു എന്നാ പറയണത്. എന്ത്? ചൊല്ലീല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ. അത് അള്ളാന്റെ റസൂല് പറഞ്ഞതുപോലെ, അവിടുന്ന് സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും സംസാരിച്ചിട്ടില്ല, സംസാരിക്കാറില്ല. ഇൻഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, അവിടുത്തേക്ക് ബോധനം നൽകപ്പെട്ടതല്ലാതെ ഒന്നും അല്ലാഹുവിന്റെ റസൂല് പറയാറില്ല. ഇതിനൊപ്പിച്ച രൂപത്തിൽ ഉണ്ടാക്കിയതാണെന്ന് തോന്നുന്നു. ചൊല്ലീല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ, അള്ളന്നോട് പറഞ്ഞതല്ലാതെ ഞാനൊന്നും പറയാറില്ല. അള്ള എന്നോട് പറയും, ചൊല്ല്, നീ ചൊല്ലിക്കോ, നീ എൻ്റെ അമാനില്ലെന്നോവർ, നിനക്ക് കാവലും നിർഭയത്വവും എല്ലാ പ്രൊട്ടക്ഷനും ഞാൻ തരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ട് നീ ചൊല്ലിക്കോ എന്നോട് പറയുമ്പോഴാണ് ഞാൻ ചൊല്ലാറുള്ളത്. ഇതൊരാളെ കുറിച്ച് വിശ്വസിക്കാൻ പറ്റുമോ? ഇന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ശേഷം ആരോടെങ്കിലും അള്ളാഹ് സംസാരിക്കുന്നുണ്ട്, ആർക്കെങ്കിലും അള്ളാഹുവിങ്കിൽ നിന്ന് നേരിട്ട് ഇങ്ങനെ വഹയ്യ്, ഇങ്ങനെ ബോധനം ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കാൻ പാടുണ്ടോ ഒരു മുസ്ലിമിന്? അങ്ങനത്തെ ഏറ്റവും അബദ്ധ വിശ്വാസങ്ങൾ വരെ നമ്മുടെയൊക്കെ നാട്ടിൽ വളരെ ബഹുമാനപൂർവ്വം ആളുകൾ ചൊല്ലിപ്പാടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഗദ്യ പദ്യ സമ്മിശ്രമായിട്ടുള്ള ഈ രൂപത്തിലുള്ള മദ്ഹ് കീർത്തനങ്ങൾ എന്ന പേരിൽ മഹാന്മാരുടെ പേരിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ സമൂഹത്തെയൊക്കെ നമ്മൾ നന്നാക്കിയെടുക്കണം. ഇവരില്ലാത്തത് കൊണ്ടാണ്. അവരതിന്റെ ഗൗരവം ചിന്തിച്ചിട്ടില്ല. അവരതിന്റെ ഏറ്റവും വലിയ പാപം എത്രത്തോളമാണെന്ന് അള്ളാഹു ഖുർആനിൽ വളരെ ഗൗരവത്തോടുകൂടെ പറഞ്ഞതല്ലേ. അങ്ങനെ ആരെങ്കിലും പിന്നീട് എനിക്കങ്ങനെ കിട്ടുന്നുണ്ട് എന്ന് വാദിച്ചു കൊണ്ടിരുന്നാൽ എന്റെ അന്ത്യം എത്ര മോശമാണ്. മഹാനായ ശൈഖ് ജീലാനി അങ്ങനെ ഒരിക്കലും പറയൂല. നമ്മൾ മനസ്സിലാക്കണം, മഹാന്മാരുടെ പേരിൽ പലരും പലതും ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ആർക്കും ഇനി അങ്ങനത്തെ ഒരു സംഗതി വരാനില്ല. ഒരിക്കലും അങ്ങനെ സംഭവിക്കൂല. സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോ സഹാബിമാരൊക്കെ വളരെ വിഷമിച്ചുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളിൽ ഒരു കാര്യം എന്താണെന്നറിയോ? അള്ളാന്റെ റസൂല് പോയില്ലേ, ഇനി വാനലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് ഒരു വഹി നമുക്ക് കിട്ടാനില്ലല്ലോ, ഒരു വഹി വരാനില്ലല്ലോ എന്നാ പറഞ്ഞത്. അങ്ങനെ വരികയാണെങ്കിൽ അവർക്കൊക്കെ വരണ്ടേ? ആർക്കും വന്നിട്ടില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂല് അന്ത്യപ്രവാചകനാണ്. ഇനി ഒരു പ്രവാചകനും വരാനില്ല.
ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇനി വരുന്നത് വേറൊരു നബിയായിട്ടല്ല, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഇസ്ലാമിക ശരീഅത്ത് നടപ്പിലാക്കാനാണ്. അവസാന കാലത്ത് അന്ത്യനാളിന്റെ മുന്നോടിയായി കൊണ്ട് ആര് വരിക? ഈസാ നബി അലൈഹിസ്സലാം വരുന്നത്. അത് വേറൊരു നബിയായിട്ടോ വേറൊരു ശരീഅത്തും വേറൊരു നിയമം കൊണ്ടോ അല്ല വരിക. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്ന് കുരിശ് തല്ലി ഉടച്ച് അതുപോലെയുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തി. അന്ന് ഒരു സുബഹിയുടെ നേരത്താണ് മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരികയാണ് നമുക്ക് ചരിത്രത്തിൽ കാണാം. എവിടെ ഇറങ്ങും എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പരലോക വിശ്വാസങ്ങൾ, അന്ത്യനാളിന്റെ അടയാളങ്ങൾ പറഞ്ഞപ്പോൾ വിശദമായി പറഞ്ഞിട്ടുണ്ട്, ഞാൻ അത് ആവർത്തിക്കുന്നില്ല. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മഹാനായ ഈസാ നബി അലൈഹിസ്സലാം വരുമ്പോൾ സുബഹി നിസ്കാരത്തിന് ആളുകൾ ഇങ്ങനെ ചട്ടം കൂടി നിൽക്കുകയാണ്. ആ സമയത്ത് അന്നത്തെ ഇമാമ് ജനങ്ങൾക്ക് സുബഹി നിസ്കാരത്തിന് ഇമാമായിട്ട് നിൽക്കുമ്പോൾ ഈസാ നബി അലൈഹിസ്സലാമിനെ കാണും, അദ്ദേഹത്തോട് ഇമാമത്ത് നിൽക്കാൻ ആവശ്യപ്പെടും. അപ്പൊ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയും, ലാ തഖദ്ദം സല്ലി സല്ലി, നിസ്കരിച്ചോളൂ. അന്ന് നിലവിലുള്ള ഇമാമിന്റെ പിന്നിൽ തുടരുക ചെയ്യുള്ളൂ ഈസാ നബി അലൈഹിസ്സലാം. വേറൊരു ശരീഅത്ത് കൊണ്ടോ വേറെ നിയമം കൊണ്ടോ വരില്ല. അതുകൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മഹത്വമാണ് ഇതിലൂടെ ഒക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ആയതുകൊണ്ട് ഇനി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്തിമ പ്രവാചകനാണ്. അത് വലിയ വിഷയമാണ്, വരുത്തി പറയേണ്ട കാര്യമില്ല. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച നിയമങ്ങളെല്ലാം കാലോചിതമാണ്. ഇനി നമുക്ക് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ അവിടുത്തെ വിടവാങ്ങൽ ഹജ്ജും അവിടുത്തെ മരണവും അവിടുത്തെ വഫാത്തും അതുമാണ് നമുക്ക് കാര്യമായി പറയാനുള്ളത്. അതിന്റെ ഇടയ്ക്ക് മറ്റു ചില വിഷയങ്ങളും കൂടെ പറയാനുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിലൂടെ കൂടുതൽ അവിടുത്തോട് സ്നേഹം നമ്മുടെ ഖൽബുകളിൽ അല്ലാഹു നിറക്കുമാറാകട്ടെ. അവിടുന്ന് പഠിപ്പിച്ച ഇസ്ലാമികമായ കാര്യങ്ങളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന നല്ലവരിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മയെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും അല്ലാഹുവിന്റെ കാവൽ നമുക്കുണ്ടായി തീരുമാറാകട്ടെ. എല്ലാ മാരകമായ രോഗങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുകയും ശിഫയാക്കുകയും ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. اللهم اجعل هذا البلد آمنا مطمئنا وسائر بلاد المسلمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته. അല്ലാഹു റബ്ബുൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിലൂടെ കൂടുതൽ അവിടുത്തോട് സ്നേഹം നമ്മുടെ ഖൽബുകളിൽ അല്ലാഹു നിറക്കുമാറാകട്ടെ. അവിടുന്ന് പഠിപ്പിച്ച ഇസ്ലാമികമായ കാര്യങ്ങളെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന നല്ലവരിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മയെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും അല്ലാഹുവിന്റെ കാവൽ നമുക്കുണ്ടായി തീരുമാറാകട്ടെ. എല്ലാ മാരകമായ രോഗങ്ങളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുകയും ശിഫയാക്കുകയും ചെയ്യുമാറാകട്ടെ. മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ اجعل هذا البلد آمنا مطمئنا وسائر بلاد المسلمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.